ഐഡിയ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കോഴ്സിൻ്റെ കുറച്ച് Q&A ആണ്. ലൈക്ക് സോഷ്യൽ വർക്കിൻ്റെ സിലബസിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അല്ല കേട്ടോ, ഔട്ട്സൈഡ് വരുന്നത്. പുറമേ എങ്കിലും കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ലൈക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഒരു കമ്പാരിസൺ ഒക്കെ നടത്തും, ലൈക്ക് വേറെ കോഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അവരുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ യൂസ് ഓഫ് MSW കോഴ്സ്? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആൻ MSW ഡിഗ്രി ദ കാൻഡിഡേറ്റ്സ് ക്യാൻ വർക്ക് ആസ് എ ഹെൽത്ത് കെയർ സോഷ്യൽ വർക്കർ, ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ, തെറാപ്പിസ്റ്റ് or social worker in the field of medical health, mental health as well as education field. Aspirant can pursue MSW as a full-time or even a part-time distance education course. അപ്പോൾ എല്ലാ ഫീൽഡിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് MSW കഴിഞ്ഞ ആളിൽ സോഷ്യൽ വർക്കറിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്കർ ആകണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഈവൻ പാർട്ട് ടൈം എടുക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസിലൂടെയും അവർക്ക് കോഴ്സ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈസ് MSW എ ഗുഡ് കരിയർ? ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. ലൈക്ക് വേറെ കോഴ്സും തമ്മിൽ ഒന്ന് വെച്ച് നോക്കും, കമ്പാരിസൺ ചെയ്ത് നോക്കും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ. ലൈക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേങ്കിൽ അതായത് ഒരാൾക്കാർക്ക് എങ്ങനെ ഒരു പേഴ്സണ് സ്വന്തം, അതായത് നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി ചെന്നിട്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം, അവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് MSWയിലൂടെ നമുക്ക് നോക്കാം. സോഷ്യൽ വർക്ക് ഈസ് എ റിവാർഡ് കരിയർ ഫോർ ദോസ് ഹു വാണ്ട് ടു സെർവ് അതേഴ്സ്. മോസ്റ്റ്ലി ദ കരിയർ ഈസ് ഓപ്റ്റഡ് ഫോർ സെർവിംഗ് ദ സൊസൈറ്റി ആൻഡ് എൻഹാൻസിംഗ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഓർഡർ ടു മേക്ക് ദ കൺട്രി ആൻഡ് ദ വേൾഡ് ബെറ്റർ പ്ലേസ് ടു ലിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the best specialization in MSW? The most common social work specialization is in the medical or public health sector. Medical social worker can be employed in number of settings and working with diverse population. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ടു ദ ഫ്രഷർ ഗ്രാജുവേറ്റ് ഓഫ് MSW കോഴ്സ്. ഫ്രഷേഴ്സ് കഴിഞ്ഞ ആൾക്ക് തന്നെ അത് നമ്മുടെ MSW കോഴ്സ് കഴിഞ്ഞ ഉടൻ നമുക്ക് എന്തെങ്കിലും ജോബ് കിട്ടുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് 90 days ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ അത് ഫസ്റ്റ് ഇയർ 45 ആൻഡ് സെക്കൻഡ് ഇയർ 45 അങ്ങനെ ടോട്ടൽ 90 days കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. സ്റ്റുഡൻസിന് തന്നെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ജേർണലിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ലൈക്ക് നമ്മൾ ഏത് സെറ്റിങ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് 45 days ഉള്ളിൽ തന്നെ നമ്മൾ കേസ് സ്റ്റഡി ചെയ്യണം, ഗ്രൂപ്പ് വർക്ക് ചെയ്യണം, കമ്മ്യൂണിറ്റി ചെയ്യണം, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം, സോഷ്യൽ ആക്ഷൻ ചെയ്യണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് പെട്ടെന്നൊരു ജോലി കിട്ടാനും ചാൻസ് കൂടുതലാണ്. അതിൽ പറയുന്നത് പറയുന്ന ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ ആൻഡ് PMER ഓഫീസർ, നാഷണൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ജൂനിയർ റിസർച്ച് ഫെലോ, സബ് റീജിയണൽ ട്രെയിനിങ് കോർഡിനേറ്റർ. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഗവൺമെൻറ്റിൽ ജോബ് കിട്ടുമോ എന്നുള്ളത്. പ്രൈവറ്റ് ജോബ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞത് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 1 to 6 വരെ നേരത്തെ പറഞ്ഞതാണ്. അതിൽ 7th one നോക്കാം. ദ പ്രൊജക്ട് കോർഡിനേറ്റർ, പ്രൊഫസേഴ്സ്, പ്രോഗ്രാം കോർഡിനേറ്റർ, സീനിയർ മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സബ് റീജിയണൽ ട്രെയിനിങ് കോർഡിനേറ്റർ. ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് ഔട്ട്സൈഡ്സ്, ഇന്ത്യക്ക് പുറമെയാണ് ശരിക്കും പറഞ്ഞാൽ കാനഡ പോലെ സ്ഥലങ്ങളിൽ MSW കോഴ്സിന് ഭയങ്കരമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും നല്ല സാലറിയൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും സാലറീസാണ് കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ, അതായത് ഔട്ട്സൈഡ് കൺട്രീസിൽ നമുക്ക് കിട്ടുന്നത്. അത് നോക്കാം. നമുക്ക് ദ ബെസ്റ്റ് കരിയർ ഇൻ സോഷ്യൽ വർക്ക് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയാണ് ഇതുവരെന്ന് പറയുന്നത്. നമുക്ക് അതായത് സോഷ്യൽ വർക്ക് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്ക് ഒരു സോഷ്യൽ വർക്കർ, അതായത് സാധാരണ ചെയ്യുന്ന പോലെ ഒരു സോഷ്യൽ സർവീസ് പോലെ തന്നെയല്ല, നമുക്ക് പല ഏരിയയിലും ചൂസ് ചെയ്യാം, പല ഫീൽഡിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണ് ഏത് ഏരിയയിൽ നമുക്ക് ഏത് സ്ട്രീമിലേക്ക് പോകണം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റൻസ് യൂസ് ആൻഡ് റിക്കവറി ട്രീറ്റ്മെൻറ്റ് കൗൺസിലറും, ഈ ഫസ്റ്റ് 3 ദ മെൻ്റൽ ഹെൽത്ത് കൗൺസിലർ ആൻഡ് മാരേജ് ഫാമിലി കൗൺസിലർ. ഇത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇത് സൊസൈറ്റിയിൽ എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം സബ്സ്റ്റൻസ് യൂസ് ചെറിയ യങ്സ്റ്റേഴ്സ് മുതൽ അഡൽട്ട് മുതൽ ചെറിയ കുട്ടികൾ മുതൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന റിക്കവറി ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. പീപ്പിൾ സീക്ക് ട്രീറ്റ്മെൻറ്റ് ഫോർ സബ്സ്റ്റൻസ് അബ്യൂസ് as drug treatment program became an increasingly popular alternative to jail time.
പിന്നെ മെൻ്റൽ ഹെൽത്ത് കൗൺസിലർ എന്ന് പറഞ്ഞിരിക്കണം. മെൻ്റൽ ഹെൽത്ത് കൗൺസിലർ വർക്ക് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻറ്റ് ടു ഹെൽപ്പ് ദം മാനേജ് മെൻ്റൽ ഇൽനെസ് ഓർ ടു കോപ്പ് അപ്പ് വിത്ത് ചാലഞ്ചിങ് ലൈഫ് ഇവൻറ്റ് ആൻഡ് ദേ ക്യാൻ വർക്ക് ഇൻ നമ്പർ ഓഫ് സെറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് വിത്ത് എ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം. ആസ് മോർ പീപ്പിൾ ഓപ്പൺലി സീക്ക് കൗൺസിലിംഗ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ മെൻ്റൽ ഇൽനെസ് ദിസ് പ്രൊഫഷൻ വിൽ certainly grow. അതുപോലെ തന്നെ മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലർ. Family and marriage counselor work with individual couples and family to address their interpersonal challenges. They play a critical role in helping people navigate issues at all stages in their relationships, as well as strengthening healthy bonds between the parents and children. ഇപ്പം ഞാൻ ഡീറ്റെയിൽ പറയണോ? മനസ്സിലായല്ലോ. അതായത് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് അത് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സബ്സ്റ്റൻസ് അബ്യൂസും മെൻ്റൽ ഹെൽത്തും മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലർ. എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ്. പലരും അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയും അങ്ങനത്തെയൊക്കെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കർക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കി നേരെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയണത്. Next, medical social worker. Medical social worker work in a variety of healthcare settings, including hospital, clinic, and long-term care centers. They may act as a case manager, therapist, or patient navigator, depending on individuals or family needs. പിന്നെ സ്കൂൾ സോഷ്യൽ വർക്കർ help the students, teachers and their family manage mental health and behavior concern. They provide positive behavior, academic and classroom guidance at all level of education and can change the school experiences for students who would otherwise have struggled. And foster care social worker നോക്കാം. The role of foster care social worker is what most people imagine when they think of social work. These social worker advocates for children in foster care systems, ensuring that they are being properly cared for and supported by the resource family. And the job can be emotionally intense, but it is equally rewarding. ഈ 3 സെക്ഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കർക്ക് എന്ന് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ചില പേഷ്യൻസിന് ഒരു സപ്പോർട്ട് വേണ്ടി വരും ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന്. ലൈക്ക് ചിലവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടാകും, പക്ഷേ അവർക്ക് റിസോഴ്സസ്, അതായത് പൈസക്കുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സോഷ്യൽ വർക്കർക്ക് അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് അവർ ഡയറക്റ്റ്ലി അവർ പൈസ കൊടുക്കും എന്നല്ല, അവർക്ക് അവരുടെ പറ്റുന്ന ആൾക്കാരെ, അതായത് അവരെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പേഷ്യൻസിന്, അതായത് ചില ആൾക്കാർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാകും. അതായത് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർക്ക് ഫോളോ അപ്പ് പോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ പാലേറ്റീവ് കെയർ പോലത്തെ സർവീസസ് ചെയ്ത് കൊടുക്കാനും ഒരു സോഷ്യൽ വർക്കർക്ക് പറ്റും. അതുപോലെ തന്നെ സ്കൂൾ സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കിടയിൽ ഇപ്പം സ്കൂളിൽ കണ്ടുവരുന്ന ബിഹേവിയർ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അവർ പഠിക്കുന്നില്ല, ലെസ് കോൺസെൻട്രേറ്റ് ആണ്, ആബ്സെൻറ്റിസം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പലതരം ഉണ്ടാവും, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാൻ സോഷ്യൽ വർക്കർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ഏരിയ ആണ് സോഷ്യൽ വർക്കർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഫോസ്റ്റർ കെയർ സോഷ്യൽ വർക്കർ എന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മുടെ ചിൽഡ്രൻസിന് എൻ്റെ ഇടയിൽ ഫോസ്റ്ററിൻ്റെ കെയർ സിസ്റ്റത്തിൻ്റെ ഇടയിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് സോഷ്യൽ വർക്കർക്ക്. അതുപോലെ തന്നെ അതായത് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസിൻ്റെയും ആ കുട്ടികൾക്കും ഇടയിലുള്ള കാര്യങ്ങൾ അതായത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും നല്ലൊരു സ്മൂത്ത് ഒരു കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ഫോസ്റ്റർ കെയർ സോഷ്യൽ വർക്കർക്ക് പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ചൈൽഡ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് ഫോക്കസ് ഓൺ അഡ്രസ്സിംഗ് ദ നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ ഫ്രം ടോഡർഹുഡ് ത്രൂ ലാറ്റൻസീസ്. They may specialize in subjects like the play therapy, child development and attachment issues or mental illness, and they also work to develop the child-centric solution for families struggling with unhealthy social dynamic. Okay. പിന്നെ 8th പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഈ ഒരു ഞാൻ ബോൾഡിൽ കൊടുത്തിരിക്കുന്ന അവരുടെ സാലറി ആണ് കേട്ടോ. വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലല്ല, പുറമെ ഡോളേഴ്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജോബ് ഇൻ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിൽ ഗിവ് യു ചാൻസ് ടു മേക്ക് എ പോസിറ്റീവ് സോഷ്യൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് വിത്ത് ദ റിസോഴ്സസ് ഓഫ് ലാർജർ കമ്പനീസ് അറ്റ് യുവർ ഡിസ്പോസൽ. ആസ് മോർ ആൻഡ് മോർ കമ്പനീസ് ഇൻവെസ്റ്റ് ഇൻ സസ്റ്റൈനബിൾ പ്രോഗ്രാം, സോഷ്യൽ വർക്കർ ഇൻ ദിസ് ഫീൽഡ് ആർ ഇൻക്രീസിംഗ്ലി ഇൻ ഡിമാൻഡിങ്. സോ നെക്സ്റ്റ് നോക്കാം, പോളിസി അനലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതായത് സോഷ്യൽ വർക്കർ ഹു അഡ്വക്കേറ്റ്സ് ഫോർ ബോർഡർ പോളിസി റിഫോംസ് പേ ദ വേ ഫോർവേഡ് ഫോർ ദ പ്യുവർ ഇൻ എവറി ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക്. പിന്നെ a policy analyst is responsible for examining the efficiency of existing policies and laying out the groundwork for new programs and legislation to meet the objectives and goals. Duties including reviewing and amending policy draft and proposing suggestions to improve the effect of existing policies. സോ എന്താണെന്നറിയില്ല, എന്ന് പറയുമ്പോൾ കുറേ തെറ്റി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ 10th എന്ന് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് കോർഡിനേറ്റർ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം മനസ്സിലായില്ലേ, MBA കഴിഞ്ഞ ആൾക്ക് മാത്രമല്ല MSW കഴിഞ്ഞ ആൾക്കാർക്കും HR ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ Human Resource Coordinator provide many of the same services with the workplace. They help to maintain a healthy work environment, ensuring that all employees feel comfortable and productive. അതായത് എല്ലാ ഒരു വർക്കിലും നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്യൂട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കംഫർട്ടായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ അവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കും. എല്ലാവർക്കും വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. സോ ഇതാണ് 10 ഏരിയാസ് നമുക്ക് സോഷ്യൽ വർക്കർക്കുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ആവുകയാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഇനി ഡിഗ്രിക്ക് BSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും, പോസ്റ്റ് ഗ്രാജുവേഷൻ MSW എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും, അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ ആകുവാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോസ് നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും കമൻറ്റോ അല്ലെങ്കിൽ ക്രിറ്റിസിസമോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഇംപ്രൂവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.